ഞാൻ ഡോക്ടർ പ്രസാദ്. വർഷങ്ങളായി പതിനായിരക്കണക്കിന് പ്രമേഹ രോഗികളെയും പ്രഷർ, കൊളസ്ട്രോൾ ഉള്ള ആളുകളും ഇതിൻ്റെ അനുബന്ധ രോഗങ്ങൾ, പല കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാരെ ഒരു 10-25 വർഷത്തിലധികമായിട്ട് ഇത് തന്നെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് പഠിച്ചെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ അനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പുസ്തകങ്ങളിൽ ഞാൻ പഠിച്ചിട്ട് ടൈപ്പ് 1 ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ്, അങ്ങനെയല്ല കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും പഠിക്കുന്ന ഒന്ന് തന്നെ. പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, ഇത് ജീവിതശൈലി രോഗമാണ്. ഡോക്ടർമാരുടെ ജീവിതശൈലി താളം തെറ്റുമ്പോഴല്ല, രോഗികളുടെ ജീവിതശൈലി താളം തെറ്റുമ്പോഴാണ് രോഗങ്ങൾ വരുന്നത്. ബ്ലഡ് ഷുഗർ കൂടുന്നതാണ് പ്രമേഹം എന്ന് വിചാരിച്ച് ബ്ലഡ് ഷുഗർ കുറക്കാനുള്ള ഗുളികകളും കഴിച്ച് ഇൻസുലിനും കുത്തി വർഷങ്ങളായിട്ട് നടക്കുന്ന ഓരോ ആളുകളും ചിന്തിക്കുക, ഇത്രയും കാലം ചികിത്സിച്ചിട്ട് എന്തെങ്കിലും കുറവുണ്ടോ? പോക്കറ്റിലെ പൈസ കുറയുന്നുണ്ടാവും, മനസ്സമാനം കുറയുന്നുണ്ടാവും, ആരോഗ്യം കുറയുന്നുണ്ടാവും. നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഏത് രോഗവും ആ രോഗത്തിൻ്റെ കാരണത്തെയാണ് ചികിത്സിക്കേണ്ടത്. ബ്ലഡ് ഷുഗർ കൂടുതലല്ല പ്രമേഹം എന്നാദ്യം തിരിച്ചറിയുക. പാൻക്രിയാസിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് പ്രമേഹമെന്ന് ഏകദേശം നിങ്ങൾക്കറിയാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പ്രമേഹം. പാൻക്രിയാസിന് അകാല വാർദ്ധക്യം ബാധിക്കുന്നു. പാൻക്രിയാസിലേക്കുള്ള രക്തക്കൊഴൽ, പാൻക്രിയാറ്റിക് ആർട്ടറിയുടെ ഭിത്തിയെല്ലാം കൊഴുപ്പടിഞ്ഞിട്ട് മുരിങ്ങാക്കോല് പോലെ LDL ബാഡ് കൊളസ്ട്രോൾ അടിഞ്ഞിട്ട് രക്തസഞ്ചാരം കുറയുന്നു. 30-40 വയസ്സാകുമ്പോൾ പാൻക്രിയാസ് 70-80 വയസ്സുകാരൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നു. സോ ജീവിതശൈലി രോഗമെന്ന് പറയുന്നത് അകാല വാർദ്ധക്യമാണ്. ഇതിൽ പ്രമേഹം മാത്രം പറയാം. നിങ്ങൾക്ക് ഈ പ്രമേഹത്തിന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും മരുന്നുകൾ, പ്രത്യേകിച്ച് ഇൻസുലിൻ നിർത്തണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെല്ലാം നിങ്ങൾക്ക് വളരെ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജീവിതകാലം ഫുള്ള് കഴിക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് കുറച്ച് കൊണ്ടുവരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, ഗ്ലൂക്കോസിനെ എനർജി ആക്കാനുള്ള ഒരു ഗുളികയോ ഒരു ഇൻസുലിനോ ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങളുടെ ബ്ലഡിലെത്തിയ ഗ്ലൂക്കോസ് ചെറിയ രക്തക്കൊലകളിൽ നിന്നും 75% നേരിട്ട് മസിൽസിൽ സ്റ്റോർ ചെയ്തിട്ട് അധ്വാനിക്കുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും എനർജിക്ക് ഉപയോഗിക്കും. 20% ലിവറിൽ സ്റ്റോർ ചെയ്തിട്ട് നടക്കുന്ന ആളുടെ കാലിലേക്കും, കൈകൊണ്ട് വ്യായാമം ചെയ്യുന്ന ആളുടെ കൈയിലേക്കും, പിന്നെ നാവ് കൊണ്ട് വ്യായാമം ചെയ്യുന്ന മലയാളിയുടെ നാക്കിലേക്കും കൊടുക്കാൻ വേണ്ടിയാണ് ഈ 20% ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. റൈറ്റ്. 95% ഗ്ലൂക്കോസ് എനർജിക്ക് എടുക്കുക മസിൽസിൻ്റെ അകത്താണ്. ബാക്കി 5% നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂർ കൊണ്ട് ഹൃദയം, കിഡ്നി, ലിവർ, അങ്ങനെ അകത്തുള്ള അവയവങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. റൈറ്റ്. സോ ഗ്ലൂക്കോസ് എനർജി ആവുന്നത് പ്രധാനമായിട്ടും മസിൽസിലാണ്, അധ്വാനിക്കുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും. ഈ അധ്വാനവും വ്യായാമം ഇല്ലാതെ വന്നതുകൊണ്ടും നമ്മളുടെ ഭക്ഷണശീലങ്ങൾ മാറിയത് കൊണ്ടാണ് പ്രമേയം വന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് പ്രാക്ടിക്കൽ തെറ്റി. ഇനി എന്താണ് ചെയ്യേണ്ടത്? നിൽക്കണോ പോകണോ? അതാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. സോ ഇത് ഘോരം പ്രസംഗിച്ചിട്ടോ തിയറി പഠിച്ചിട്ടോ അസുഖം മാറാൻ പോകുന്നില്ല. സോ നിങ്ങളുടെ പ്രമേഹവും അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കാൻ പഠിക്കണം. ഇതെന്തെല്ലാം പറഞ്ഞാലും ഞാൻ 50 ഗ്രാം ബീറ്റ്റൂട്ട്, 50 ഗ്രാം ക്യാരറ്റ് ഓരോന്നുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞത് കണ്ട് മനസ്സമാധാനം കളയാൻ ഞാനില്ല. നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് കഴിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരും. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് ക്ലാസ്സിൽ പഠിപ്പിച്ച് നിങ്ങൾക്ക് മെസ്സേജ് തരും, നിങ്ങളെ ഗൈഡ് ചെയ്യും. കുറച്ച് ദിവസത്തേക്ക് 1-2 ആഴ്ച ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് പറയുന്ന പോലെ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഇതൊരു ശീലമാകും. നമ്മുടെ മുമ്പിൽ ഭക്ഷണം എത്തുമ്പോൾ ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, ഏത് കൂടുതൽ കഴിക്കണം, ഏത് കുറവ് കഴിക്കണം, നല്ലത് അത് തിരിച്ചറിയാനുള്ള മൈൻഡ് സെറ്റിൽ നമ്മൾ എത്തണം. സോ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ലഞ്ച്, ഒരു ഡിന്നർ, ഇത് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? നമ്മൾ കഴിക്കുന്ന, എല്ലാവരും കഴിക്കുന്ന അതേ ഭക്ഷണത്തിൽ നിന്ന് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് കഴിക്കാൻ പഠിക്കണം. അതൊരു 1-2 ആഴ്ചയിൽ ഗൈഡഡായിട്ട് ട്രെയിനിങ് തരും. അതോടുകൂടി ഏകദേശം അത് പഠിച്ചെടുക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാ പേശികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വ്യായാമ പാക്കേജ്, അത് കൃത്യമായിട്ട് ചെയ്ത് ചെറിയ തോതിൽ ചെയ്യിച്ച് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാവുന്ന പാകത്തിന് ചെറിയ തോതിൽ വ്യായാമം ചെയ്യിച്ച് അത് പതുക്കെ കൂട്ടിക്കൊണ്ടിരിക്കുക. അതങ്ങനെയാണ് ഞാനത് ചെയ്യുന്നത്. ഒരു 10 വ്യായാമങ്ങളുടെ ഒരു പാക്കേജ് ഇട്ടിട്ട് അത് രാവിലെയും വൈകുന്നേരവും കുറേച്ച് 5 മിനിറ്റ്, 6 മിനിറ്റ്, 8 മിനിറ്റ്, 10 അങ്ങനെ പതുക്കെ കൂട്ടി വന്ന് ഗ്രാജ്വലി ഡയറ്റിൻ്റെ കൺട്രോളിലേക്ക് വന്ന് എക്സസൈസസ് കയറി വന്ന് പതുക്കെ നിങ്ങൾ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പ് എനർജി ആക്കാനുള്ള ഒരവസ്ഥയിലേക്ക് ഇതെത്തിക്കണം.
അതോടുകൂടി രക്തക്കൊള്ള അടിഞ്ഞുകൂടുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും പ്രിവെൻറ്റഡ് ആവും. നിങ്ങൾക്ക് ഭാവിയിൽ വരാനുള്ള കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റഡ് ആവും. ഒപ്പം നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതായിക്കൊണ്ടിരിക്കും. സോ ഇനി ഇത്രയും കാലം കൊണ്ട് അകത്ത് സംഭവിച്ച ധാരാളം കേടുകൾ മാറാനുണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിലേക്ക് രക്തോട്ടം കൂട്ടണം. അതിന് ഹാർട്ട് നന്നായിട്ട് പമ്പ് ചെയ്യണമെങ്കിൽ കാർഡിയക് എക്സസൈസ്, കയ്യും കാലും രക്തോട്ടം കൂടാനുള്ള എക്സസൈസുകൾ, ഒപ്പം കുനിയാനും മറിയാനും നിവരാനും തിരിയാനും എല്ലാം ബുദ്ധിമുട്ട്. ഒരു പ്രായം കഴിയുമ്പോൾ അതെല്ലാം കുറഞ്ഞു വരും. സോ ആ സ്ട്രെച്ചുകൾ, ബെൻഡുകൾ, കുറച്ച് യോഗ പൊസിഷൻസ് ഒക്കെ റിപ്പിറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് ആക്കിയിട്ട് ഇതെല്ലാം പ്ലാൻ ചെയ്ത് പ്രത്യേക തരത്തിലാണ് വ്യായാമം ചെയ്യേണ്ടത്. ഇത് ഞാൻ എൻ്റെ ഓരോ പേഷ്യൻസിനെയും പഠിപ്പിച്ചു കൊടുത്തു. ഓരോ ദിവസവും കൈയിട്ടിട്ട് കൈ പിടിച്ച് കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കും. അല്ലാതെ ഒന്നും ഒരാളും ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഒരാഴ്ച 2 ആഴ്ച ഇത് ചെയ്താൽ ഇത് നിങ്ങൾക്കൊരു ഹാബിറ്റായി മാറും. അതേസമയം ഇത് ചെയ്തിട്ടിരിക്കും 2-3 ദിവസം മുടങ്ങിപ്പോയോ, 4-ാം ദിവസം ഇത് ചെയ്യാനും തോന്നില്ല. ഇതാണ് സമൂഹത്തിൻ്റെ പ്രശ്നം. സോ കൈ പിടിച്ച് നടത്തുന്നത് പോലെ രോഗിയെ കൊണ്ട് വ്യായാമം ചെയ്യിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവരിത് ചെയ്യുള്ളൂ ഞാൻ തിരിച്ചറിഞ്ഞു. ഇതാണ് ഞാൻ കൃത്യമായിട്ട് എൻ്റെ പേഷ്യൻസിനെ ഫോളോ ചെയ്യാൻ പഠിപ്പിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ കൃത്യമായിട്ട് വ്യായാമം ചെയ്ത് എല്ലാ മസിൽസിലും ബ്ലഡ് ഫ്ലോ കൂട്ടി എല്ലാ മസിലും നല്ലോണം എനർജി, ഗ്ലൂക്കോസ്, ഫാറ്റ് ബേൺ ഔട്ട് ആവുന്നതനുസരിച്ച് ഗ്ലൂക്കോസ് കൂടുതൽ ബേൺ ഔട്ട് ആകുമ്പോൾ ബ്ലഡിൽ നിന്ന് കൂടുതൽ ഗ്ലൂക്കോസ് മസിൽസ് കയറിപ്പോവും. ഇതനുസരിച്ച് ഗ്രാജുവലി ബ്ലഡ് ഷുഗർ കുറയാൻ തുടങ്ങും. ഇതിനനുസരിച്ച് നിങ്ങൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ മെഡിസിൻസിൻ്റെയൊക്കെ ഡോസ് പതുക്കെ കുറച്ച് കൊണ്ടുവരാനും ഗ്രാജുവലി നമ്മൾക്ക് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സയൻസ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഇൻക്രെറ്റിൻ എഫക്റ്റ് ബേസ് ചെയ്തിട്ടൊരു കാര്യം കൂടി, റൈറ്റ്? അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ശരിക്കും പഠിക്കാൻ ശ്രമിക്കുക. വാട്ട് ഈസ് ഇൻക്രെറ്റിൻ എഫക്റ്റ്? ഇതെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് നിങ്ങളുടെ ചികിത്സയുടെ ഭാഗമായിട്ട് പഠിച്ചു മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കൽ പേഴ്സണലി ഓരോ ആൾക്കാർക്കും അവരുടെ രോഗത്തിൻ്റെ കടുപ്പം മനസ്സിലാക്കി അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുന്നതല്ല. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് കൃത്യമായിട്ട് ഇതെല്ലാം ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മാസം വെൽ ഗൈഡഡായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ രക്തോട്ടം കൂടി വരും. നിങ്ങളുടെ ചെറുപ്പം തിരിച്ചു വരാൻ തുടങ്ങും. എല്ലാ ഓർഗൻസിലേക്കും രക്തോട്ടം കൂടി വരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി മെഡിസിൻസ് എല്ലാം കുറഞ്ഞു വരാൻ തുടങ്ങും. ഇപ്പം കിഡ്നിക്ക് കേടുള്ള ഒരാൾ അതിനുള്ള മരുന്ന് കഴിക്കുന്നു, നിങ്ങളുടെ നെഫ്രോളജിസ്റ്റ് തന്ന മരുന്ന്, പക്ഷെ ആ മരുന്ന് കിഡ്നിയിലേക്ക് ഒഴുകി എത്തിയാലല്ലേ മരുന്നിന് ശരിക്കുള്ള ആക്ഷൻ കിട്ടൂ. സോ ആ മരുന്ന് മാക്സിമം ഒഴുകി എത്തണം എന്ന് ഉറപ്പാക്കാൻ കാർഡിയാക് എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസും കൈയും കാലും രക്തോട്ടം കൂട്ടുന്നതിൻ്റെ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കേണ്ട ആവശ്യം ചിന്തിക്കുക. കിഡ്നി കൊണ്ട് വ്യായാമം ചെയ്യാൻ പറ്റില്ല. കിഡ്നിക്ക് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ എന്ത് വേണം? ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഇതൊക്കെ പഠിച്ചെടുക്കണം. എന്നിട്ട് ഇതെല്ലാം സ്വന്തം ലൈഫിൽ കറക്റ്റായിട്ട് പ്രാക്ടിക്കലാക്കുമ്പോഴാണ് ട്രീറ്റ്മെൻ്റ് ആവുക. അല്ലാതെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും കുറക്കാനുള്ള മരുന്നുകൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നിട്ട് മാസം ചെക്കപ്പ് നടത്തി എല്ലാം ഓക്കെ എന്ന് വിചാരിച്ചാൽ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിനെയോ എനർജി ആക്കാനും ഒരു മരുന്നിനും സാധിക്കില്ല. അത് നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. നിങ്ങളാണത് ചെയ്യേണ്ടത്. ഇത് തിരിച്ചറിയുക. പ്രിവെൻറ്റ് ഓൾ ദ കോംപ്ലിക്കേഷൻസ്. പ്രിവെൻറ്റ് ദ ഓൺസെറ്റ് ഓഫ് ഡിസീസ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മക്കൾക്ക് ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം ആദ്യം പഠിക്കുക. ഇനി നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ കുറക്കാനും ഈ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും ഇതുവരെ സംഭവിച്ച കേടുകൾ മാക്സിമം റിവേഴ്സ് ചെയ്യാനും എന്തു വേണം? ഇത് പഠിക്കുക, സ്വന്തം ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക, അതൊരു ഹാബിറ്റാക്കി മാറ്റുക. ആൻഡ് ദെൻ മെയിൻറ്റെയിൻ ഇറ്റ്. ഇറ്റ്സ് വെരി ഈസി. അത് വളരെ ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനല്ല. സോ പഠിക്കുക, പഠിച്ച് എന്താണ് പ്രമേഹം എന്ന് തിരിച്ചറിഞ്ഞതിനെ ചികിത്സിക്കുക. അതല്ലാതെ വെറുതെ മരുന്നോട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ഒരു ട്രീറ്റ്മെൻ്റ് അല്ലാന്ന് നിങ്ങൾക്കും അറിയാം. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സോ പഠിക്കാൻ ശ്രമിക്കുക മാക്സിമം. ഓക്കെ.